നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഓൾ ഇന്ത്യ പോസ്റ്റൽ ആൻഡ് RMS പെൻഷനേഴ്സ് അസോസിയേഷൻ 4ാം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ആരംഭിച്ചു. സി കണ്ണൻ സ്മാരക ഹാളിൽ ഇന്നും നാളെയുമായി നടക്കുന്ന സമ്മേളനം M രാജഗോപാൽ MLA ഉദ്ഘാടനം ചെയ്തു. നാം ജീവിക്കുന്ന സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതൊരു പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലം കൂടിയാണ്. മാനവികതയെ മുൻനിർത്തിയുള്ള മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു പിൻബലമുണ്ട് നമുക്ക്. ആ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലമുള്ളത് കൊണ്ട് തന്നെ മനുഷ്യന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അവന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവർ ജീവിക്കുന്ന സാമൂഹ്യ ചുറ്റുപാടിൽ അവർ അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക പ്രശ്നങ്ങളോട് പ്രതികരിക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം നമ്മുടെ ഒരു ചുമതലയിൽപ്പെട്ടതാണ്. ആ ഒരർത്ഥത്തിലാണ് ഒരു സാമൂഹ്യ ജീവിതം എന്നുള്ള നിലയിൽ കേവലം ഒരു പെൻഷനർ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഞാൻ ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്നും അതുകൊണ്ട് തന്നെ ഈ സമൂഹം അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളോടും പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നും സമൂഹം ഉയർത്തുന്ന പ്രശ്നങ്ങളോട് ഒപ്പം നിന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിനായുള്ള പോരാട്ടത്തിൽ അവരോടൊപ്പം നിൽക്കാനുള്ള സന്മനസ്സും സന്നദ്ധതയും എനിക്കുണ്ടാകണമെന്ന തിരിച്ചറിവിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് തോമസ് പോതൻ അധ്യക്ഷനായി. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി ജനറൽ K രാഘവേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. TN വെങ്കടേശ്വരൻ, N ഗുരുപ്രസാദ്, GR പ്രസാദ്, N വിനോദ് കുമാർ, K മനോഹരൻ, PV രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ M പ്രകാശൻ സ്വാഗതവും ജനറൽ കൺവീനർ പുതിയടവൻ നാരായണൻ നന്ദിയും പറഞ്ഞു. വൈകിട്ട് നടക്കുന്ന പെൻഷൻ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയം ആസ്പദമാക്കി നടക്കുന്ന സെമിനാർ പ്രമുഖ മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. K രാഘവേന്ദ്രൻ വിഷയാവതരണം നടത്തും. നാളെ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തെ തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് സമ്മേളനം സമാപിക്കും. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.